വർഷങ്ങളായുള്ള തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് ജോർജ് കുട്ടി ഒരു സിനിമ നിർമ്മിക്കുന്നു. സിനിമ വലിയ വിജയമാകുകയും ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം നേടുകയും ചെയ്യുന്നു. അതിൽ തന്റെ പഴയ സുഹൃത്തായ രാജനും ഒരു അവസരം കൊടുക്കുന്നു. അതേസമയം അഞ്ജു പഴയ ട്രോമയിൽ നിന്ന് പതിയെ മുക്തയായി പുതിയൊരു ജീവിതം തുടങ്ങുന്നു. കുടുംബം അവൾക്ക് വിവാഹം നോക്കുന്നു. പക്ഷേ ആരോ അഞ്ജുവിന് മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് ആ വിവാഹം മുടക്കുന്നു. അപ്പോഴാണ് ജോർജ് കുട്ടിക്ക് മനസ്സിലാകുന്നത് വരുണിന്റെ കേസ് ഇപ്പോഴും അവരെ വിട്ടുപോയിട്ടില്ലെന്ന്. ഇത്തവണ അന്വേഷണം നടത്തുന്നത് പോലീസല്ല, മീഡിയയാണ്. കേസുമായി ബന്ധപ്പെട്ട ആളുകളെയും സംഭവങ്ങളെയും അവർ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതിനിടെ കേസ് അന്വേഷിക്കുന്ന യാമിനി സഹദേവന്റെ മകളാണെന്ന് വെളിവാകുന്നു. സഹദേവൻ അഞ്ജുവിനെ ചികിത്സിച്ച ഡോക്ടറെയും പത്രോസിനെയും ഭീഷണിപ്പെടുത്തി അഞ്ജുവിന്റെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ജോർജ് കുട്ടിക്ക് അസ്ഥികൾ കിട്ടിയ വഴിയും മനസ്സിലാക്കുന്നു. പിന്നീട് അഞ്ജുവിന് മറ്റൊരു വിവാഹാലോചന വരുന്നു, എന്നാൽ അതും മുടക്കാൻ ശ്രമം നടക്കുന്നു. ഇതിന്റെ പിന്നിൽ സഹദേവനും രാജനും ആണെന്ന് ജോർജ് കുട്ടി തിരിച്ചറിയുന്നു. അതിനിടയിലാണ് ഐ.ജി. തോമസിന് ഈ കളിയുടെ യഥാർത്ഥ സൂത്രധാരൻ സഹദേവനല്ല, പ്രഭാകറാണെന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് അവർ ചേർന്ന് ജോർജ് കുട്ടിയെ കുടുക്കാൻ പുതിയൊരു പദ്ധതി തയ്യാറാക്കുന്നു. അഞ്ജുവിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും വരുണിനെ കൊന്നത് അവളാണെന്നും തെളിയിച്ച് അവളുടെ വിവാഹം മുടക്കാനാണ് അവർ ആദ്യം ശ്രമിക്കുന്നത്. പക്ഷേ ആ പദ്ധതി വിജയിക്കുന്നില്ല. അപ്പോഴാണ് പ്രഭാകരന്റെ യഥാർത്ഥ പ്ലാൻ പുറത്തുവരുന്നത്. അഞ്ജുവിന് വന്ന വിവാഹാലോചനയും ബ്രോക്കറും ചെക്കനും ഉൾപ്പെടെ എല്ലാവരും പ്രഭാകരന്റെ ആളുകളായിരുന്നു. അവരെ ഒരു റിസോർട്ടിലേക്ക് എത്തിച്ച ശേഷം അഞ്ജു അവനെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അത് ജോർജ് കുട്ടി ഇല്ലാതാക്കാൻ നോക്കി നിന്നുവെന്നും വരുത്തിത്തീർക്കാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ ഈ നീക്കം ജോർജ് കുട്ടി മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അവസാന നിമിഷത്തിൽ ജോർജ് കുട്ടി അഞ്ജുവിനെ അടിച്ച് ബോധം കെടുത്തുന്നു. തുടർന്ന് പോലീസിന്റെ മുന്നിൽ മറ്റൊരു നാടകം കളിക്കുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടതുപോലെ അയാൾ ജയിലിലും പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗീത എനിക്ക് ഇനി അഞ്ജുവിനെ വേണം എന്ന് പറയുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്.